KS അരുൺ, ജോയിന്റ് കൗൺസിലിൻ്റെ ചെയർമാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ കള്ളിക്കാട് ഗോപൻ, വേദിയിലുള്ള പാറശാല മണ്ഡല സെക്രട്ടറി ആനാവൂർ മണികണ്ഠൻ, വേദിയിലുള്ള ഏറെ പ്രിയങ്കരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സ്നേഹിതരെ, സ്വാഗത പ്രാസംഗികനും അനുസ്മരണ വാക്കുകൾ അവതരിപ്പിച്ച നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സഖാവ് സുജാതകുമാരിയെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സഖാവ് പി സുജാതകുമാരി നമ്മെ വിട്ട് പിരിഞ്ഞിട്ട് 1 വർഷം തികയുകയാണ്. ദീർഘനാളുകൾ 10-25 വർഷക്കാലം വെള്ളർടയിലും പരിസര പ്രദേശങ്ങളിലും സജീവമായ പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന സുജാതകുമാരിയെ നിങ്ങൾക്കെല്ലാം ഓർമ്മയിലുണ്ടാകും. വെള്ളർട പരിസര പ്രദേശങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ആ കാലയളവിലെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും അവരുടെ സാന്നിധ്യവും അവരുടെ നേതൃത്വവും നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ കാലയളവ് കഴിഞ്ഞ് സാധാരണ ചെറുപ്പക്കാരെല്ലാം തന്നെ നാട്ടിൻപുറങ്ങളിൽ വിശേഷിച്ചും ട്യൂട്ടോറിയൽ കോളേജ്, പാരൽ കോളേജിലെ അധ്യാപകരായി മാറാറുണ്ട്. ആ അധ്യാപകനായിരുന്ന നാളുകളിൽ ഉണ്ടായ സൗഹൃദവും ബന്ധവും തന്നെയാണ് സുജാതകുമാരിയെ ബ്ലോക്ക് പഞ്ചായത്തിൽ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ ഏറെ സഹായിച്ചത്. ആ വിജയമാണ് അവരുടെ പൊതുപ്രവർത്തനത്തിന് കൂടുതൽ കരുത്തുണ്ടാകാൻ സഹായിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തുടർന്ന് ഓരോ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനും വിജയിക്കാനും ഭരണസാരഥ്യത്തിലെത്താൻ കഴിയുന്ന സാഹചര്യവുമെല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. 20 വർഷക്കാലത്തെ ആ ഭരണപരമായ പ്രവർത്തനങ്ങൾക്കിടയിൽ ജനക്ഷേമകരമായ നിരവധി പദ്ധതികൾ, നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ നല്ല പങ്കുവഹിക്കുന്ന ഇടപെടലുകൾ, അതെല്ലാം അവരുടെ പ്രവർത്തനത്തിൽ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. പെരിങ്ങടവിള ബ്ലോക്ക് ഒരു കൃഷിക്കാർ അധികം താമസിക്കുന്ന, കാർഷിക വൃത്തിയിൽ കഴിയുന്നവരുടെ കുടുംബങ്ങൾ അധികമുള്ള, അതിൽ വിശേഷിച്ചും മൃഗസംരക്ഷണ മേഖലയുമായി ബന്ധപ്പെട്ട് ക്ഷീര കർഷകരായിട്ടുള്ള കുടുംബങ്ങൾ, അവരുടെ എല്ലാം ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പല പദ്ധതികൾ അവരുടെ കാലത്ത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ശ്രദ്ധേയമായ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് മാറാൻ, ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം പിടിച്ചുപറ്റാൻ അവരുടെ ഭരണസമിതിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പ്രതിപക്ഷം തമ്മിൽ അധികം വ്യത്യാസമില്ലാതെ നേരിയ വ്യത്യാസത്തിലും തുല്യതയിലും കഴിഞ്ഞിരുന്ന ഒരു ഭരണ സംവിധാനം അധികം ശത്രുതയില്ലാതെ ആ കാലയളവിൽ ആ ഭരണത്തെ നയിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ ഇടപെടലും അവരുടെ സമീപനത്തിൻ്റെയും ഫലമായിട്ടാണ്. ജനറൽ സീറ്റ്
ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന നാളിലും സുജാത കുമാരി ആയിരുന്നു പ്രസിഡന്റ്. എനിക്ക് നല്ല ഓർമ്മയിൽ വരുന്ന നിരവധി സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ കടന്നു വരികയാണ്. ആ കാലയളവിലെല്ലാം തന്നെ മുന്നണിക്കുള്ളിലും ഭരണരംഗത്തുമെല്ലാം അവരുടെ സൗമ്യമായിട്ടുള്ള സമീപനങ്ങൾ, ഇടപെടലുകൾ പരമാവധി ശത്രുത അകറ്റുവാനും നല്ല ഒരു ഭരണത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിനെ നയിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ കാലയളവിലും അതിലല്ലാത്ത സമയത്തുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ബഹുജന പ്രസ്ഥാനങ്ങളുടെയും വിശേഷിച്ച് മഹിളാ സംഘത്തിൻ്റെയും എല്ലാം പ്രവർത്തനങ്ങളിൽ അവരുടെ ശ്രദ്ധേയമായിട്ടുള്ള ഇടപെടലുകൾ, പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ എല്ലാം തന്നെ നമ്മുടെ പരിസരത്ത് നല്ല അംഗീകാരമുള്ള, ബഹുമാനമുള്ള, സ്നേഹമുള്ള ഒരു പൊതുപ്രവർത്തകയായി സഖാവ് സുജാത കുമാരിക്ക് മാറാൻ കഴിഞ്ഞു. അവരുടെ വേർപാട് അവിചാരിതമായിട്ടാണ്, നമ്മളാരും പ്രതീക്ഷിച്ച സമയത്തല്ല. അന്ന് മുതൽ പലവട്ടം ആ വീട്ടിലും ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് വന്നിട്ടുള്ള ഒരാളെന്ന നിലയിൽ അവരോടുള്ള സ്നേഹം പ്രകടമാകുന്ന തരത്തിലുള്ള വലിയ ബഹുജനങ്ങളുടെ സാന്നിധ്യമാണ് അതുമായി ബന്ധപ്പെട്ടെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചല്ലോ കുടുംബശ്രീ പ്രസ്ഥാനം. ഇന്നിപ്പോൾ കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ ഇല്ലാത്ത ആരുമില്ല. എല്ലാ വനിതകളും കുടുംബശ്രീയുടെ